So today's topic is training, objectives, needs and methods of training. As an introduction, we can define what is training. Training is an ever-continuing process in all organizations and it is employed as a technique of control as well as of imparting information and developing new skills. That means training is an ever-continuing process. Ever-continuing process means ഒരു എംപ്ലോയി ഇനീഷ്യലി ഒരു ഓർഗനൈസേഷനിൽ ഒരു ഇൻഡസ്ട്രിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ അയാളുടെ കറസ്പോണ്ടിങ് എഡ്യൂക്കേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രെയിനിങ് അല്ലെങ്കിൽ ആ പോസ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രെയിനിങ് എന്താണോ അവിടുത്തെ വർക്ക് എന്ന് വെച്ചാൽ അതിനെ ട്രെയിനിങ് ഇനീഷ്യലി പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇനീഷ്യലി പ്രൊവൈഡ് ചെയ്യുന്ന ട്രെയിനിങ് മാത്രം മതിയോ? പോരല്ലോ. അപ്പോൾ അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇൻ ബിറ്റ്വീൻ എപ്പോഴാണോ ആ വർക്കിൽ പുതിയ മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ പുതിയ ടെക്നിക്സ് ഒക്കെ കൊണ്ടുവന്നതിൽ പുതിയ നോളജ് കൊടുക്കാനുണ്ടാവും. അപ്പം അതിന് എന്താണോ അവിടുത്തെ ആ നീഡ്, സ്പെസിഫിക് നീഡ് എന്താണോ, അപ്പം ആ സ്പെസിഫിക് നീഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, സോ ട്രെയിനിങ് ഡെവലപ്സ് എംപ്ലോയീസ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് സ്കിൽ ഫോർ എ പെർട്ടിക്കുലർ ടാസ്ക്. എന്താണോ ആ കറസ്പോണ്ടിങ് ടാസ്ക് അതിലുള്ള ആപ്റ്റിറ്റ്യൂഡും സ്കില്ലും ഡെവലപ്പ് ആവില്ലേ. അപ്പോൾ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഒരു ട്രെയിനിങ്ങിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ പ്രിപ്പയർ എംപ്ലോയി അല്ലേ, പ്രിപ്പയർ എംപ്ലോയി ടു ഡു എഫിഷ്യൻ്റ്ലി ദെയർ ഓൺ ടാസ്ക് ഓർ ടു ഡു അനദർ ജോബ് ഈക്വലി വെൽ. ദാറ്റ് മീൻസ് ഒരു പെർട്ടിക്കുലർ ടാസ്ക് അല്ലാതെ അതിനപ്പുറവും കൂടുതൽ ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറൊരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടോ അയാളെ കാപ്പബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് രണ്ടും ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണെന്ന് പറയാം. എഡ്യൂക്കേഷൻ ഇംപ്രൂവ്സ് എൻ എംപ്ലോയി, മീൻസ് ഒരു ഹയർ റെസ്പോൺസിബിലിറ്റി ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹാൻഡിൽ ചെയ്യാനും അതുപോലെ ഒരു ന്യൂ ജോബുകൾ ടേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇംപ്രൂവ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അയാൾ കാപ്പബിൾ ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എഡ്യൂക്കേഷൻ. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് പ്രിപ്പയർസ് ആൻ ഇൻഡിവിജ്വൽ so that he can accomplish his own task efficiently. But that is education and training. And need of training. Next is need of training. Need means objectives. അപ്പോൾ എന്തൊക്കെയാണ് ഒരു എസെൻഷ്യൽ ആയിട്ട് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യം എന്താണ് അതൊക്കെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ഈസ് ടു എൻഷുർ ആൻ അഡ്യൂക്കേറ്റ് സപ്ലൈ ഓഫ് പ്രോപ്പർലി ട്രെയിൻഡ് എംപ്ലോയീസ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് ഇൻഡസ്ട്രി. അപ്പോൾ ഇൻഡസ്ട്രിയിലെ എല്ലാ ലെവൽസിലും ഏതെങ്കിലും ഒരു പോസ്റ്റിൽ മാത്രമല്ല എല്ലാ ലെവൽസിലും കാപ്പബിൾ ആയിട്ടുള്ള എംപ്ലോയി സപ്ലൈ പ്രൊവൈഡ് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ആൻഡ് ഇംപ്രൂവ് ദ പെർഫോമൻസ് ഓഫ് എംപ്ലോയി അല്ലേ ടു ഹയസ്റ്റ് അറ്റൈനബിൾ ലെവൽസ്. അപ്പോൾ അങ്ങനെ പറയാം. അടുത്ത് വേറൊരു പോയിന്റായിട്ട് നമുക്ക് അതും പറയാം. എംപ്ലോയിന്റെ പെർഫോമൻസ് ടു ദ ഹയസ്റ്റ് അറ്റൈനബിൾ ലെവൽ വരെ എത്തിക്കാൻ വേണ്ടിയിട്ട് അയാളെ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി ഹി ക്യാൻ ടേക്ക് അപ്പ് ജോബ്സ് ഓഫ് ഹയർ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, അപ്പോൾ അതാണ് ട്രെയിനിങ്ങിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്. ആൻഡ് ടു അറ്റൈൻ പ്രിസിഷൻ ആൻഡ് ക്ലാരിറ്റി ഇൻ ദ ട്രാൻസിഷൻ ഓഫ് ബിസിനസ്. പ്രോപ്പർ ട്രെയിനിങ് എപ്പോഴും പ്രിസിഷൻ ആൻഡ് ക്ലാരിറ്റി ആ വർക്കിലുള്ള അവിടെ കിട്ടുമല്ലോ. പ്രൊഡക്ടിവിറ്റി കൂടും. നോർമലി പ്രിസിഷൻ ക്ലാരിറ്റി അയാളുടെ എഫിഷ്യൻസി ഒക്കെ ഇൻക്രീസ് ചെയ്യുമ്പം കറസ്പോണ്ടിങ് ആയിട്ട് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും, സ്ക്രാപ്പ് റേറ്റ് റെഡ്യൂസ് ചെയ്യും എന്ന് വെച്ചാൽ വേസ്റ്റേജ് കുറയും, ആബ്സെൻസ് കുറയും, ആക്സിഡന്റ് റേറ്റ് കുറയും, ഓവർ ടൈം പണിയെടുക്കേണ്ട ആവശ്യം വരില്ല, ലേബർ ടേൺ ഓവർ റെഡ്യൂസ് ചെയ്യും എന്ന് വെച്ചാൽ ഒരുമിച്ച് റിസൈൻ ചെയ്ത് പോകുന്ന കാര്യത്തില്ല. പിന്നെ എംപ്ലോയി മൊറാൽ ഇൻക്രീസ് ചെയ്യും, കോർപ്പറേഷൻ ആൻഡ് ഗുഡ് റിലേഷൻ ബിറ്റ്വീൻ വർക്കേഴ്സ് ആൻഡ് മാനേജ്മെന്റ്, ആൻഡ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്യും അല്ലേ. പിന്നെ പ്രൊഡക്ഷൻ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുമ്പോൾ നോർമലി ആ ഇൻഡസ്ട്രീൻ്റെ എക്കണോമിക് സ്റ്റാറ്റസ് അല്ല എക്കണോമിക് ലെവൽ ഇൻക്രീസ് ചെയ്യും. പിന്നെ റിസോഴ്സസിനെ യൂട്ടിലൈസ് ചെയ്യാൻ എഫിഷ്യൻറ്റ് യൂസ് ഓഫ് കമ്പനി റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ എന്തൊക്കെയാണ് ടീം വർക്ക്, അഡ്ജസ്റ്റ് എംപ്ലോയീസ് ഔട്ട്ലുക്ക് ടു നീഡ്സ് ഓഫ് ന്യൂ ടൈംസ്. പുതിയ കാലത്ത് വരുന്ന അല്ലെങ്കിൽ പുതിയ ടെക്നിക്സ് എന്താണോ കറണ്ട് ട്രെൻഡ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻഡസ്ട്രിയൽ ട്രെൻഡ്സ് അറിഞ്ഞ് വർക്ക് ചെയ്യാൻ പറ്റും. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാം, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്യാം. അപ്പോൾ അതൊക്കെയാണ് ട്രെയിനിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ്. ആൻഡ് നെക്സ്റ്റ് ഈസ് അഡ്വാൻറ്റേജസ്. ആണ് നമ്മളിപ്പോൾ ഒബ്ജക്റ്റീവ്സിൽ പറഞ്ഞ് അതുപോലത്തെ പോയിന്റ്സ് ഒക്കെ തന്നെയാണ്. പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാം, പ്രൊഡക്ഷൻ റേറ്റ് ഇൻക്രീസ് ചെയ്യാം, പിന്നെ ബെറ്റർ കോപ്പറേഷൻ ആൻഡ് ടീം വർക്ക്, ഇൻക്രീസ്ഡ് ഓർഗനൈസേഷൻ സ്റ്റെബിലിറ്റി, റെഡ്യൂസ്ഡ് ലേബർ ടേൺ ഓവർ,
റെഡ്യൂസ്ഡ് ആക്സിഡൻസ്. ഇപ്പോൾ എയിംസ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ അഡ്വാൻറ്റേജസ് അല്ലേ. ലേബർ ടേൺ ഓവർ കുറയുന്നതും പിന്നെ എംപ്ലോയി മൊറൽ ഇൻക്രീസ് ചെയ്യുന്നതും പ്രൊഡക്ടിവിറ്റി, പ്രൊഡക്ഷൻ റേറ്റ്, ഫാസ്റ്റ് പ്രൊഡക്ഷൻ, അതുപോലെ സ്ക്രാപ്പ് റേറ്റ് റെഡ്യൂസ് ചെയ്യുന്നത്, അതൊക്കെ ഒരു അഡ്വാൻറ്റേജ് അല്ലേ. ഇൻക്രീസ്ഡ് വേജ് റേറ്റ്സ് ആൻഡ് മോർ ജോബ് സാറ്റിസ്ഫാക്ഷൻ. ആഫ്റ്റർ ഓൾ മോർ ജോബ് സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ ഇത്രയാണ് ട്രെയിനിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ്. ആൻഡ് നെക്സ്റ്റ് ഈസ് മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ്. കുറച്ച് മെത്തേഡ്സ് ജസ്റ്റ് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇവിടെ. 1 or 2 സെൻറ്റൻസിൽ എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതേ ഉള്ളത്. ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ, ഗ്രൂപ്പ് ഇൻസ്ട്രക്ഷൻ, ലെക്ചർ മെത്തേഡ്, ഡെമോൺസ്ട്രേഷൻ മെത്തേഡ്, കോൺഫറൻസ് ആൻഡ് മീറ്റിംഗ്. ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ മീൻസ് ഒരു എംപ്ലോയിക്ക് പേഴ്സണൽ അറ്റൻഷൻ കൊടുക്കാം. ഇൻ ഓർഡർ ടു ടീച്ച് ഹിം എ കോംപ്ലിക്കേറ്റഡ് സ്കിൽ. ഫോർ എക്സാമ്പിൾ, ഒരു പുതിയൊരു മെഷീൻ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആ മെഷീൻ റൺ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അസംബ്ലി കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ അതൊന്ന് പഠിപ്പിക്കാൻ വേണ്ടി അയാൾക്ക് ഒറ്റയ്ക്ക് വിളിച്ചിട്ട് ഒരു പേഴ്സണലായിട്ടൊരു അറ്റൻഷൻ കൊടുത്ത് അയാൾക്ക് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ. ഗ്രൂപ്പ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞത് ഒരു ഗ്രൂപ്പായിട്ട് ചെയ്യുക. ഗ്രൂപ്പ് ഓഫ് ട്രെയിനീസിന് ജോബിൻ്റെ ബേസിക് ഫാക്ട്സ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതൊക്കെ ഗ്രൂപ്പ് ഇൻസ്ട്രക്ഷൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. വർക്ക് എന്താണ്, പിന്നെ ന്യൂ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ ആ സെയിം ഓൾഡ് ജോബ് തന്നെ ചെയ്യുമ്പോൾ അതിന് ന്യൂ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ അത് ഒരു ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സിനെ ഒരുമിച്ച് വിളിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാമല്ലോ. അതാണ് ഗ്രൂപ്പ് ഇൻസ്ട്രക്ഷൻ. ലെക്ചർ മെത്തേഡ് മീൻസ് ട്രെയിനീസിന് ഇപ്പം ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ, സ്പെസിഫിക് സബ്ജക്റ്റിൽ ഒരു ക്ലാസ് വേണമെന്ന് വെക്കുക. അപ്പോൾ കുറച്ചുകൂടി ഇഫക്റ്റീവായിട്ട് ട്രെയിനീസിന് അതിൽ ഒരു സപ്ലിമെൻ്റ് ആയിട്ട് ടെക്നിക്കൽ സബ്ജക്ട്സിൽ ഒരു നോളജ് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലെക്ചർ മെത്തേഡ് കൊടുക്കാം. അപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് ഫോഴ്സസ് ആക്ടിങ് ഓൺ എന്തെങ്കിലും മാത്തമാറ്റിക്കൽ ഫോഴ്സസ് ഒക്കെ ഇക്വേഷനൊക്കെ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ലെക്ചർ മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് ഈസ് എംപ്ലോയ് ടു. ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു മാനുവൽ സ്കില്ല് ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഡെമോൺസ്ട്രേഷൻ മെത്തേഡ്. നെക്സ്റ്റ് റിട്ടൺ ഇൻസ്ട്രക്ഷൻ മെത്തേഡ് സെയിം തന്നെ. ഓറൽ ഇൻസ്ട്രക്ഷൻ, കോൺഫറൻസ്, മീറ്റിംഗ്, ഇതൊക്കെ എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ട്രെയിനിങ് പ്രൊസീജിയർ ഇൻവോൾവ്സ്. ട്രെയിനിങ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ മേക്ക് ദ ഇൻസ്ട്രക്ടർ റെഡി ടു ടീച്ച്. ഇപ്പോൾ ഇൻസ്ട്രക്ടറെ പഠിപ്പിക്കുന്ന ആൾ ട്രെയിനർ. അപ്പോൾ ആ ട്രെയിനർ റെഡി ആവണ്ടേ, എല്ലാം പഠിപ്പിച്ചു കൊടുക്കാനുള്ളതൊക്കെ അയാൾ പഠിക്കണ്ടേ. അപ്പോൾ അതാണ് മേക്ക് ദ ഇൻസ്ട്രക്ടർ റെഡി ടു ടീച്ച്. പിന്നെ ഒരു നെക്സ്റ്റ് ഈസ് ഗെറ്റ് ദ ട്രെയിനി റെഡി ടു ലേൺ. അപ്പോൾ ട്രെയിനീസിന് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്തിട്ട് അതിന്റെ ട്രെയിനിങ്ങിന്റെ ആ ഒരു ആക്ച്വൽ എയിം എന്താണെന്ന് വെച്ചാൽ അത് അച്ചീവ് ചെയ്യണമെങ്കിൽ ട്രെയിനീസ് ഇൻട്രസ്റ്റഡ് ആയിരിക്കണം. സോ എന്താണ് അവർ പഠിക്കാൻ പോകുന്നത്, വാട്ട് ഈസ് ഗോയിങ് ടു ലേൺ ആൻഡ് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ലേണിംഗ് ആൻഡ് വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ജോബ്, ഇതൊക്കെ അവർക്ക് കൃത്യമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ട്രെയിനിങ് കുറച്ചുകൂടെ ഇൻട്രസ്റ്റഡ് ആവുമല്ലോ ആ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ വർക്കിന് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് പഠിക്കുന്നത്. അതെങ്ങനെ വർക്കിന് ബെനിഫിറ്റ് ആവും, എങ്ങനെ റാപ്പിഡ് ആയിട്ട് അല്ലെങ്കിൽ ഇഫക്റ്റീവ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടി അതെങ്ങനെ ഹെൽപ്ഫുൾ ആവും എന്നുള്ളത് ട്രെയിനീസിന് ആദ്യം ഒന്ന് മനസ്സിലാക്കി കൊടുക്കാം. ഗെറ്റ് ദ ട്രെയിനി റെഡി ടു ലേൺ ആൻഡ് ഡെമോൺസ്ട്രേറ്റ് ദ മെത്തേഡ് ഓഫ് ഡൂയിങ് ദാറ്റ് ജോബ്. അപ്പൊ ആ ജോബ് ചെയ്യുന്ന സീക്വൻസ് ഓഫ് എൻറ്റയർ ജോബ് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കാം. അത് ആവശ്യമുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് പോയിന്റ്സ് ഒക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുക. ആൻഡ് ലെറ്റ് ദ ട്രെയിനി ട്രൈ ദ ഓപ്പറേഷൻ ഹിംസെൽഫ്. ഒരു തവണ ഇത് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് ഒരു ഗൈഡൻസ് അണ്ടർ ദ ഗൈഡൻസ് ഓഫ് എൻ ഇൻസ്ട്രക്ടർ ദ ട്രെയിനി ക്യാൻ വർക്ക് ഓൺ ദാറ്റ് മെഷീൻ ഹിംസെൽഫ്. അയാൾക്ക് തന്നെ സ്വയം ഒന്ന് വർക്ക് ചെയ്ത് നോക്കുക. എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാൻ അപ്പൊ തന്നെ ട്രെയിനർ കൂടെ തന്നെ ഉണ്ടാവും. ആൻഡ് നെക്സ്റ്റ് ഈസ് ഗ്രാജുവലി പുട്ട് ദ ട്രെയിനി ഓൺ ഹിസ് ഓൺ. ഓക്കെ, ഒരു തവണ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയാൾ എങ്ങനെ സ്വന്തമായിട്ട് അയാളുടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾക്ക് സമയം കൊടുത്ത് അയാൾ ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടേക്കുക അയാളെ. ലെറ്റ് ദ ട്രെയിനി ലൂസ് ഫോർ എ വൈൽ. ആൻഡ് കംപ്ലീറ്റ് ആയിട്ട് അയാളെ അബാൻഡൻ ചെയ്യണമെന്നല്ല ഉദ്ദേശിക്കുന്നത്. ആ ട്രെയിനി അണ്ടർ ദ സൂപ്പർവിഷൻ തന്നെയായിരിക്കും, പക്ഷെ കംപ്ലീറ്റ് ഗൈഡൻസ്, കംപ്ലീറ്റ് സൂപ്പർവിഷൻ ആവശ്യമില്ല ഒരു തവണ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. ആൻഡ് ഫോളോ അപ്പ്. ഫൈനലി ഇത് ട്രെയിനീസിനെ എപ്പോഴും ടൈം ടു ടൈം ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് ജോബ് പെർഫോം ചെയ്യുന്നുണ്ടെന്നുള്ള ടൈം ടു ടൈം ചെക്ക് ചെയ്തതിന് ഡീവിയേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ ആവശ്യമുള്ള നോളജ് പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ ഇതാണ് ട്രെയിനിങ്ങിന്റെ പ്രൊസീജിയർ. ഇത്രയുള്ള സിമ്പിൾ ടോപ്പിക്കാണ്. ട്രെയിനിങ് ഡിഫൈൻ ചെയ്യുക ആദ്യം, നെക്സ്റ്റ് അതിന്റെ ഒബ്ജക്റ്റീവ്സ് അഡ്വാൻറ്റേജസും പറയുക, പിന്നെ കുറച്ച് മെത്തേഡ്സ്, ട്രെയിനിങ് പ്രൊസീജിയറും. ഓക്കെ.
Yes.